മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെയും 14ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് വിനിയോഗത്തിന്റെയും ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം AK ഗാർഡനിൽ വെച്ച് നടന്ന വികസന സെമിനാർ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 9 മുതൽ 17 വരെ നടന്ന ഗ്രാമസഭകളിൽ നിന്നും വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിൽ നിന്നും പൊതുജനങ്ങൾ സമർപ്പിച്ച ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ കരട് പദ്ധതി സെമിനാറിൽ അവതരിപ്പിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഒരു കാര്യം, മാലിന്യം എന്ന് പറഞ്ഞാൽ മാലിന്യം റിപ്പബ്ലിക് 26 തുടക്കം കുറിച്ചിട്ടുണ്ട് പഞ്ചായത്ത്. 2 മാസം ആയതേയുള്ളൂ. ഏതായാലും ഒരു കൊല്ലത്തുള്ളിൽ മാലിന്യമുക്തമാക്കാൻ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് ഉറപ്പ് പറയാനും ആഗ്രഹിക്കുന്നു. പിന്നെ ട്രസ്റ്റിന്റെ കാര്യം പല ഗ്രാമസഭയിൽ അഭിപ്രായങ്ങൾ വന്നതാണ്. അതിനെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗ്രാമസഭയുടെ തീരുമാനം വെച്ച് വേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും അതിനെ ഫോളോ അപ്പ് ആക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേറെയുള്ള ക്യാമ്പുകൾ നടത്താൻ ഈ മാസം കഴിഞ്ഞ പോലെ തന്നെ അടുത്ത എല്ലാ ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ മഞ്ചേശ്വരം പഞ്ചായത്തിൽ വരുന്ന സ്കൂളുകളിലുള്ള PTA പ്രസിഡന്റ് HM-മാരെ വിളിച്ചുകൊണ്ട് ഒരു ബോധകരമായ ക്ലാസ് ഇതേ വാർഡിൽ നടത്താൻ വേണ്ടിയിട്ട് റംസാൻ വരുന്ന കഴിഞ്ഞ പോലെ തീരുമാനിക്കുമെന്നാണ് നിങ്ങളുടെ പറയാം. ഏതായാലും നല്ല നല്ല കാര്യത്തോട് നിങ്ങളെ കൂടെ ഉണ്ടാവും. ജനങ്ങളും ഞങ്ങളെ കൂടെ കൈകോർക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഒരുപാട് ചർച്ചകൾ വന്ന് ഈ സെമിനാറിൽ ഓട്ടോറിക്ഷ കാര്യം, ഓട്ടോറിക്ഷയിൽ എല്ലാ കാര്യങ്ങളും ടൗണിൽ കരട് പദ്ധതി ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പോയി അതിന്റെ കൺസൾട്ട് എടുത്ത് ഏതായാലും അടുത്ത മാർച്ചിക്ക് മുമ്പ് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ കാതലായ വശമാണെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പഞ്ചായത്ത് മുൻഗണന നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില അധ്യക്ഷത വഹിച്ചു. ഓരോ വികസന പ്രവർത്തനങ്ങളിലും പുതിയ ഭരണസമിതി അതീവ ജാഗ്രത പുലർത്തണമെന്നും പ്രത്യേകിച്ച് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് തങ്ങൾ മുഖ്യ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമസഭകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ പരിഗണിച്ചിട്ടുണ്ടെന്നതും ലഭ്യമായ ഫണ്ടിനനുസൃതമായി സന്തുലിതമായ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് വ്യക്തമാക്കി. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമത്ത് സൗറ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഫർഹാന ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹർഷാദ് ബോർക്കാടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കമലാക്ഷി, പഞ്ചായത്ത് അംഗങ്ങളായ ഇല്യാസ് തുമിനാട്, മുക്താർ എ, അബ്ദുൽ-റഹ്മാൻ ഹാജി, ഹനീഫ് കുച്ചിപ്പാട്, അസീസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. വികസന സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, ഗ്രാമസഭകളിൽ നിന്നും തെരഞ്ഞെടുത്ത പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ADS, CDS അംഗങ്ങൾ, SC ST പ്രൊമോട്ടർമാർ, ബാങ്ക് പ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗ്രാമത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് സെമിനാറിൽ അന്തിമ രൂപം നൽകി. അബ്ദുൽ-റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.